ഇന്ന് ഞാനൊരു യാത്രയിലാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. അത് കുറച്ച് പോവാണ്ട് കേട്ടോ. ഈ പോക്ക് നേരെ അങ്ങോട്ട് പോവാ. ആ എത്തിയല്ലോ. ഇതാ ഞാൻ പറഞ്ഞത് കുറച്ച് പോരാണ്ടെന്ന്. വീട്ടിലെത്തിയ പിന്നെ ആദ്യം തുറന്നു നോക്കല് ഫ്രിഡ്ജാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്യും കേട്ടോ. തുറക്കണത് വെറുതാവൂല. ദാ അല്ലു തുടങ്ങി. ഓൻ്റെ കയ്യിൽ പിന്നെ എപ്പോഴും പേരക്കമ്മലേ ചെന്ന് നിൽക്കുള്ളൂ. ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഉച്ച തിരിഞ്ഞേ പിന്നെ നമ്മൾ നോമ്പ് തുറക്കുള്ള പരിപാടികളൊക്കെ നോക്കി. ഉന്നക്കായ ഉണ്ടാക്കാനുള്ള പഴം പുഴുങ്ങാൻ വെച്ചു, ഫില്ലിങ്ങിനുള്ള തേങ്ങ ചിരണ്ടി വെച്ചു, സമൂസക്കൂട്ടുണ്ടാക്കി വെച്ചു. ദാ ഉന്നക്കായ ഉരുട്ടാനും തുടങ്ങി. ഉരുട്ടാൻ ഞാൻ എക്സ്പേർട്ടാ. സമൂസ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാ അല്ലു ചുറ്റിപ്പറ്റി നടക്കാൻ. ആ നമ്മളെ ചീഫ് ഗസ്റ്റ് എത്തിയല്ലോ. വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അനിയത്തി മക്കളും. ഞാൻ വന്നാൽ പിന്നെ എല്ലാവരും വിളിച്ചു കൂട്ടുട്ടോ. ഇനിയും കുറേ ആൾക്കാരുണ്ട് വരാൻ. പക്ഷെ ഓർക്കാർക്കും എത്താൻ പറ്റില്ല. ഇവളിവിടെ അടുത്തായതുകൊണ്ട് വേഗം എത്താൻ പറ്റി. അതുമല്ല, വിളിക്കാൻ കാത്തിക്ക വരാൻ. പാടം മുഴുവൻ എത്തിയാൽ പിന്നെ പൂരാണ് കേട്ടോ. അടുക്കള പരിപാടികളൊക്കെ വീണ്ടും തുടങ്ങി. ഇന്നൊരു കോൾഡ് കോഫി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാണണം കേട്ടോ. സംഗതി സിമ്പിളാ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കുടിക്കുമ്പോഴുള്ള സെയിം ടേസ്റ്റും. പിന്നെ എന്തിനാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കുടിക്കണേ? വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ പോരെ. ഷോർട്സ് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കാണാനൊരു പൊലിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാർപ്പറ്റൊക്കെ വിരിച്ച് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. കാർപ്പറ്റ് വിരിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ഈ വിളക്ക് കത്തിച്ചാൽ ചുറ്റും വെളുക്ക പാറ്റകൾ പാറൂലേ, അതേപോലെ എൻ്റെ കുട്ടികൾ ഓടി കളിക്കാൻ. ലാസ്റ്റ് ഒരു വിധം എല്ലാത്തിനും അവിടെ സൈഡാക്കി ഇരുത്തി. എന്നിട്ട് വിഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് വെച്ചു. നമ്മളെ കോൾഡ് കോഫി കുറേ ഒന്നുമില്ലടാ. കുറച്ച് സമൂസ, കുറച്ച് ഉന്നക്കായ്, കുറച്ച് ബത്തക്ക, കുറച്ച് ലൈം ജ്യൂസ്, കുറച്ച് ഈത്തപ്പഴം, ഇത്രേ ഉള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി നടക്ക പോறது യുദ്ധം. ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ ഒതുക്കി തുടങ്ങിട്ടോ. ഉമ്മമാരുണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് അത് വേറൊന്നു തന്നെ അല്ലേ. അതിനാണല്ലോ ഓടിപ്പാഞ്ഞ് വീട്ടിലേക്ക് വരുന്നേ. അത് ഞാനെന്നല്ല, എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മളാവണുള്ളൂ അല്ലേ. നമ്മളെ തീറ്റ കണ്ടാൽ ഉമ്മമാർ ചോദിക്കും, അല്ല കുട്ടികളെ എങ്ങൾക്ക് അവിടെ ഒന്നും തിന്നാൻ കിട്ടലില്ലേ? തിന്നാൻ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഈ ഒരു ടേസ്റ്റ് അതെവിടെയും കിട്ടൂല. ഈ ഒരു രസം അതും എവിടെയും കിട്ടൂല. ഇതും കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ചെമ്പ് കൂട്ടിച്ചിട്ടോ. സ്വർഗം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു നോമ്പ് തുറയും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ടീമുകളൊക്കെ ഇനി എത്താനുണ്ട്. ഓരും കൂടി വന്നാൽ ഇതിലും രസാട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ.